ഹലോ, കുറച്ചായി കേട്ടോ നമ്മൾ ഷോർട്സും വീഡിയോസും ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസം നോക്കി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഈ കളനാശിനി അടിക്കുന്ന പരിപാടികളൊക്കെ. വേനൽക്കാലം വരുമ്പം തുടക്കത്തിലേ ഇതൊക്കെ അങ്ങ് ചെയ്തിടുകയാണെങ്കിൽ ഗാർഡൻ നല്ല ഭംഗിയായിട്ട് പച്ചപ്പായിട്ടും കിടന്നോളും. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പണി അങ്ങ് തീർക്കുന്നത്. ഇനിയും കുറച്ച് പെയിൻ്റ് അടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇന്ന് നല്ല വെതർ ആയതുകൊണ്ട് തുണിയൊക്കെ അലക്കി വിരിച്ച് വെളിയിലിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കോഴികളുടെ കാര്യം പറയാനാണെങ്കിൽ ഇങ്ങനെ നല്ല ചൂടും വെയിലും ഒക്കെ ആണെങ്കിൽ ഇവരെ അഴിച്ചു വിടുകയാണെങ്കിൽ ഇവർ ഈ ചുറ്റുപാട് മുഴുവൻ നടന്ന് കൊത്തിപ്പെറുക്കി തിന്നുകയും ചെകഞ്ഞ് അടക്കുകയും ഒക്കെ ചെയ്തോളും. അവർ ഹാപ്പിയാണ്. പക്ഷേ ഞങ്ങൾ അത്ര ഹാപ്പി അല്ല കേട്ടോ. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇവർ തീറ്റയെല്ലാം തിന്നതിന് ശേഷം മുട്ടയിടുന്നത് വല്ല പൊന്തക്കാട്ടിലും വള്ളിപ്പടർപ്പിൻ്റെ അകത്തൊക്കെയാണ്. സമ്മറായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ കാടും പടലും ഒക്കെ നല്ല രീതിക്ക് തഴച്ച് വളരുകയും ചെയ്യും. ഈ മുട്ടകളൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേർക്കാണ് അതിൻ്റെ പണി മുഴുവൻ. ചില സമയങ്ങളിലൊന്നും നമുക്ക് മുട്ടയൊന്നും എല്ലാം കിട്ടാറ് പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തവണ നമ്മൾ കോഴിക്കൂടിന് ചുറ്റും ഒരു മെഷ് പോലെ ഒരു ഫെൻസിങ് പോലെ കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോഴികളെല്ലാം അതിൻ്റെ അകത്ത് നിന്നോളും. എന്നാൽ അത്യാവശ്യം അവർക്ക് ചെയ്യാനും കുത്തിപ്പെറുക്കി തിന്നാനും ഒക്കെ സ്ഥലവും കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പണികളൊക്കെ ഒന്ന് ആലോചിച്ച് വരികയാണ്. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനിയിപ്പോൾ കോഴിക്കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. നമ്മൾ കോഴിക്കൂട്ടിൽ അറക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആഴ്ചയിൽ ഒന്ന് വെച്ച് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ അറക്കപ്പൊടിയും കോഴിക്കാഷ്ടവും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വരുന്ന ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന വേസ്റ്റ് എല്ലാം കുറേ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കും. ആപ്പിൾ ട്രീക്കും പെയറിനും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. രാവിലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പുറം പണിയുള്ള ദിവസമോ മറ്റ് തിരക്കുകളൊക്കെ ഉള്ള ദിവസമോ ഒന്നീ നേരത്തെ തന്നെ രാവിലെ കാപ്പിക്കൊപ്പം ഇതെല്ലാം അങ്ങ് റെഡിയാക്കും. ഇന്ന് ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ റെഡിയാക്കിയത്. അല്ലെങ്കിൽ തലേന്ന് എല്ലാം റെഡിയാക്കി വെക്കും. അപ്പം ദേ ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടിയിട്ട് വിശന്ന് കയറി വന്ന സമയത്തേക്ക് ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ടെൻഷനും ഇല്ല. പ്ലേറ്റും എടുത്ത് ചോറ് വിളമ്പിയിരുന്നാൽ മാത്രം മതി. നല്ല അടിപൊളി മോരുകറിയും ക്യാബേജ് തോരനും ബീൻസ് മെഴുക്കുവരട്ടിയും മീൻ വറുത്തതും പിന്നെ രാവിലത്തെ ചേമ്പിനൊപ്പം എടുത്ത മുളക് ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി.